ഹലോ, അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ വരുന്ന പോവുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്നും പോവൽ തന്നെയാണ് പണിയെന്ന് കേട്ടോ. പോവൽ തന്നെയാണെന്ന്, പക്ഷേ അങ്ങനെയല്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ട്, ലീവിന് വന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് പോയാൽ നമ്മളെ പോക്കും നിൽക്കും, അങ്ങനെയാണല്ലോ. അപ്പോൾ അതെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കാണ് കേട്ടോ. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഉച്ചക്ക് 1:30ക്കാണ് കേട്ടോ നമുക്ക് വണ്ടി വരുന്നത്. അതെ, പാത്തുവിൻ്റെ കലാപരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. 1:30 കൃത്യം നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് വണ്ടിയിലേക്ക് കയറി അങ്ങനെ പോവുകയാണ്. 3.5-4 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പാത്തുതെ നല്ല ഉറക്കമാണ് കേട്ടോ. പാത്തു കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി, പിന്നെ ആൾ നീച്ചിട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ 1:30ൻ്റെ വണ്ടിയിൽ കയറിയിട്ട് 5 മണിയാവിട്ട് അവിടെ എത്തുമ്പോൾ 3.5 മണിക്കൂറിൻ്റെ ഓട്ടമാണ് കേട്ടോ. കണ്ണൂർ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ട്രെയിനിനൊന്നും കുഴപ്പമൊന്നുമില്ല, പാത്തുവിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അവർക്ക് അതൊക്കെ കൊടുത്ത് നല്ല ഉഷാറായിട്ടിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നും പോയും വരുവാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഹസ്ബൻഡ് പോകാനായിട്ടോ. അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അതായിരിക്കും നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ പോക്കും വരവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പയ്യന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് അപ്പോഴത്തേനും അവരെ ഫ്രണ്ട് വിളിക്കാൻ വന്നു കേട്ടോ. വർഷാക്കാൻ്റെ ഫ്രണ്ട് വിളിക്കാൻ വന്നു അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടോ. നമ്മൾ വീടൊന്നും അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. വണ്ടിയിൽ നിന്ന് നല്ല കുറച്ച് നേരം ഉറങ്ങിയത് കൊണ്ട് പിന്നെ കാറിൽ നിന്നുള്ള കലാപരിപാടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പാത്തുവിൻ്റെ ഓരോ കളികളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. Beautiful eyes and she's witty. Oh, but right now she's gonna be my sweetie. അങ്ങനെ നമ്മളിത് അവരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ അവരെ വീടിൻ്റെ അടുത്ത് അവരെ പെങ്ങളും ഉമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള പോവാണ്. അവരെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ കൂടുതൽ. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ. അവരെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് വരാൻ. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി 10 മണി 11 മണിയാകുമ്പോൾ നമ്മൾ കിടന്നു കേട്ടോ. അങ്ങനെ രാവിലെ നീച്ചു. പിന്നെ അവിടെ അടുത്ത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത് അവർ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങോട്ട് പോകണം. വേറെ അങ്ങോട്ട് നമ്മൾ പോയിട്ടൊന്നുമില്ല, നമ്മൾ ഇവരെ വീട്ടിലേക്കായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. നമുക്കാണെങ്കിൽ 6:30ക്കാണ് കേട്ടോ അവിടുന്ന് ട്രെയിനുള്ളത്. വൈകുന്നേരം 6:30ക്കാണ് ട്രെയിൻ. അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് പോയി വരണം. വേറെ അങ്ങോട്ടും പോകുന്നൊന്നുമില്ല, വേറെ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇത് പോകുന്ന വഴിക്കുള്ള ഫാമാണ് കേട്ടത് കാണുന്നത്. കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്, അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ നമ്മൾ പോകാനായപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ കുളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പാത്തുമ്മ വെള്ളത്തിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പാത്തുമ്മ കയറുകയല്ലായിരുന്നു കേട്ടോ. അതെ, എൻ്റെ അടുത്തുള്ള അത് കാണുന്നത് പാത്തുമ്മയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല, അവിടെയൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു കല്ലൊക്കെ. അപ്പോൾ അങ്ങോട്ട് വല്ലാണ്ട് കൊണ്ടുപോയിട്ടില്ല. കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് നനഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് വൈകുന്നേരം ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അവിടെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞ് നല്ല വ്യൂ ഒക്കെ ഉള്ള ചായക്കട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതേ നമ്മൾ ചായക്കട എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ചായ കുടിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, നമ്മളെ പാത്തു കൊണ്ടിട്ട് കൂടുതൽ പാത്തുവിനെ മറക്കണ്ട. പാത്തു നമ്മളെ കൂടുതൽ തന്നെ ഉണ്ട്, ഓരോ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ. പുറത്തൊക്കെ കസേരയൊക്കെ ഇട്ടിരുന്ന വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നിരുന്നത് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഉള്ളിലിരുന്നാണ് ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ നല്ല കടികളൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ച് നേരെ തിരിച്ചു, റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ടായിരുന്നു. 6:25 നമുക്ക് വണ്ടി. അവിടുന്ന് 10-15 മിനിറ്റിൽ ഓട്ടോ ഉള്ളൂ വീട്ടിൽ നിന്ന് കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വണ്ടി വരുമ്പോൾ. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വണ്ടി വന്ന് നമ്മൾ വണ്ടിയിലൊക്കെ കയറി. രാത്രി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. വീട്ടിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അവിടെ ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ടാറ്റാ, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.